ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണുള്ളത്. വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായ ഒരു കേക്കാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ മൈദ മിക്സ് നമുക്കാദ്യം തയ്യാറാക്കാം. ഒരു അരിപ്പയിൽ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി നന്നായി അരിച്ചെടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1 ടീസ്പൂൺ വെനില എസൻസും 1 പിഞ്ച് ഉപ്പും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായി അലിഞ്ഞു ചേരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ കളറെല്ലാം മാറി ഒരു വെള്ള കളറായി കിട്ടുന്നതാണ്. മൂന്ന് 4 മിനിറ്റ് വരെ നല്ല ഹൈ സ്പീഡിലിട്ട് മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായി അടിച്ച് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന മൈദ മിക്സും 1/4 കപ്പ് പാലും എടുത്ത് 2-3 പ്രാവശ്യമായി ഇടവിട്ട് ചേർത്ത് പതുക്കെ യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കാതെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ച് സൈഡിൽ മിക്സ് ആവാതെ കിടക്കുന്നതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് സാധാരണ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ എടുക്കുന്ന പേപ്പർ ഗ്ലാസ്സാണ്. ഇതിൽ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പേപ്പർ കപ്പിൻ്റെ പകുതി ബാറ്റർ നിറച്ച് നന്നായി ടാപ്പ് ചെയ്തെടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മേലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവട് കട്ടിയുള്ളൊരു പാത്രം 10 മിനിറ്റ് നേരമായി ചെറിയ തീയിൽ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിരുന്നു. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അതിലേക്ക് പേപ്പർ ഗ്ലാസ് ഇറക്കി വെച്ച് ഒരു 20-25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. ഇതിലേക്ക് പേപ്പർ ലൈനറുകൾ വെച്ച് കൊടുക്കാം. പകുതി മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി നട്ട്സോ മേലെ ഇട്ട് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 25 മിനിറ്റിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചത് നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്.
20 മിനിറ്റ് ആയപ്പോൾ ഓവനിൽ വെച്ചതും ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായ കേക്കാണ്. കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തത് നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് എടുത്ത് നോക്കാം. അതും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായ നല്ല അടിപൊളി കപ്പ് കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം.